ഹായ് ഫ്രണ്ട്സ്, ആർട്ടോലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീ പി ദിനേഷ്, ഐ എം ഫൈൻ ആർട്ടിസ്റ്റ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ചാർക്കോളുകളെ കുറിച്ചാണ്. നമുക്ക് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ചാർക്കോളുകളെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള ചാർക്കോളുകളെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് വിവിധ തരത്തിലുള്ള ചാർക്കോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഏതൊക്കെ തരത്തിലുള്ള ചാർക്കോളുകളാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വൈൻ സ്റ്റിക്ക് ചാർക്കോൾ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കുകയുണ്ടായി. ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് വൈൻ സ്റ്റിക്ക് ചാർക്കോൾ. മുന്തിരിവള്ളി കരിച്ച് എടുക്കുന്ന ചാർക്കോൾ. ഇനി രണ്ടാമത്തേതാണ് സോഫ്റ്റ് ചാർക്കോൾ. ഇതാണ് സോഫ്റ്റ് ചാർക്കോൾ. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് പെൻസിൽ രൂപത്തിലാണ് വരുന്നത്. ഇനി മൂന്നാമതായിട്ട് മീഡിയം ചാർക്കോൾ. ഇതാണ് മീഡിയം ചാർക്കോൾ. ഇനി നാലാമതായിട്ട് വരുന്നത് ഹാർഡ് ചാർക്കോൾ. ഇതാണ് ഹാർഡ് ചാർക്കോൾ. ഇത് ചൈനീസ് മെയ്ഡാണ്. ഇതാണ് ഹാർഡ് ചാർക്കോൾ. ഇനി അഞ്ചാമതായി വരുന്നത് കംപ്രസ്ഡ് ചാർക്കോൾ. ഇതാണ് കംപ്രസ്ഡ് ചാർക്കോൾ. ഇനി ആറാമതായി വരുന്നത് ചാർക്കോൾ പൗഡറാണ്. ചാർക്കോൾ പൗഡർ ഇങ്ങനെയാണ് ഇരിക്കുക. ഇതാണ് ചാർക്കോൾ പൗഡർ. ഈ ചാർക്കോൾ പൗഡറിന് വേറൊരു പേര് കൂടിയുണ്ട്, സ്റ്റംപിംഗ് പൗഡർ എന്ന് പറയും. ഇത് ഇന്ത്യൻ മെയ്ഡാണ്. നമ്മൾ ലോക്കലായിട്ട് ചെയ്തെടുക്കുന്നതാണ്. ബോംബെ ബേസ്ഡ് കമ്പനിയാണ് അരുൾ സ്റ്റംപിംഗ് പൗഡർ. അത് ഈ രൂപത്തിലാണ് വരുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ഒന്നാമതായി പറഞ്ഞ ചാർക്കോൾ എന്താണെന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കി. ഇനി രണ്ടാമതായി പറഞ്ഞ ചാർക്കോൾ എന്താണെന്ന് നോക്കാം. ഇതാണ് സോഫ്റ്റ് ചാർക്കോൾ. ഇതുകൊണ്ട് വരയ്ക്കുന്ന സമയത്ത് വളരെ
സോഫ്റ്റായിട്ടാണ് നമുക്ക് ലൈൻസും മറ്റും കണ്ട. വളരെ സോഫ്റ്റായിരിക്കും അതിൻ്റെ ടോൺ. പേര് പോലെ തന്നെ സോഫ്റ്റായിരിക്കും. ഇതുകൊണ്ട് വരയ്ക്കുന്ന സമയത്ത് ചാർക്കോൾ എറേസർ ഉപയോഗിച്ച് എറേസ് ചെയ്യാൻ നമുക്ക് കഴിയും. ഇനി മൂന്നാമതായി പറഞ്ഞ ചാർക്കോൾ മീഡിയം ചാർക്കോൾ. ഇത് നേരത്തെ നമ്മൾ സോഫ്റ്റ് ചാർക്കോളിനേക്കാളും കുറച്ചുകൂടെ കട്ടി കൂടിയ അല്ലെങ്കിൽ കുറച്ചുകൂടി ഡാർക്കർ ടോണായിരിക്കും ഇതുകൊണ്ട് വരയ്ക്കുന്ന സമയത്ത്. മീഡിയം ചാർക്കോൾ ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞാൽ ചാർക്കോൾ എറേസർ ഉപയോഗിച്ചിട്ട് ഇതും നമുക്ക് എറേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ചാർക്കോൾ എറേസർ. ഇത് ഉപയോഗിച്ച് ഏതാണ്ട് ചാർക്കോൾ പോലെ തന്നെയായി. എങ്കിലും ഇത് പെർഫെക്റ്റാണ് ഉപയോഗിക്കാനായിട്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എറേസ് ചെയ്യുക. ഉണ്ടോ? ഈ ചാർക്കോൾ എറേസർ ഉപയോഗിച്ചിട്ട് നമുക്ക് സോഫ്റ്റ് ചാർക്കോളും അതുപോലെ തന്നെ മീഡിയം ചാർക്കോൾ പെൻസിലും എറേസ് ചെയ്ത് കളയാൻ സാധിക്കും. നാലാമതായിട്ട് പറഞ്ഞ ചാർക്കോൾ ഹാർഡ് ചാർക്കോളാണ്. ഇതാണ് ഹാർഡ് ചാർക്കോൾ. ഇതുകൊണ്ട് വരയ്ക്കുന്ന സമയത്ത് വളരെ ഡാർക്കർ ടോണായിരിക്കും. കണ്ടോ ഇതിൻ്റെ വ്യത്യാസം? ഇത് എറേസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏറെക്കുറെ നമുക്ക് എറേസ് ചെയ്ത് കളയാൻ സാധിക്കും. കണ്ടോ? ഇനി അഞ്ചാമതായി പറഞ്ഞത് കംപ്രസ്ഡ് ചാർക്കോളിനെ കുറിച്ചാണ്. കംപ്രസ്ഡ് ചാർക്കോള് വരയ്ക്കുന്ന സമയത്ത് വളരെ വളരെ ഡാർക്കർ ടോണായിരിക്കും. കണ്ടോ? ഇങ്ങനെ വളരെ ഡെപ്തായിട്ടുള്ള ടോണായിരിക്കും നമുക്ക് കിട്ടുക. ഇത് നമുക്ക് എറേസർ ഉപയോഗിച്ചിട്ട് എറേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കണ്ടോ? മുഴുവനായിട്ട് എറേസ് ചെയ്ത് പോവില്ല. വളരെ സോഫ്റ്റായിട്ട് എറേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കംപ്രസ്ഡ് ചാർക്കോൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഈ മീഡിയം ഉപയോഗിക്കാൻ. ഇനി ആറാമതായി ഞാൻ പറഞ്ഞ ചാർക്കോളായിരുന്നു ചാർക്കോൾ പൗഡർ. വരയ്ക്കുന്ന സമയത്ത് ഷെയ്ഡിങ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് കഴിയും. വളരെ ലോക്കൽ ബ്രാൻഡ് തൊട്ട്
ഇൻ്റർനാഷണൽ ബ്രാൻഡ് വരെ മാർക്കറ്റിൽ നമുക്ക് ചാർക്കോൾ പൗഡർ ലഭ്യമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാലത്ത് ഫോട്ടോഗ്രാഫുകൾ നോക്കിയിട്ട് ആർട്ടിസ്റ്റുകൾ വലിയ സ്കെയിലിൽ എൻലാർജ് ചെയ്ത് വരയ്ക്കാൻ പണ്ട് കാലത്ത് ഒരു മീഡിയമായിട്ട് ഈ സ്റ്റംപിംഗ് പൗഡർ അഥവാ ചാർക്കോൾ പൗഡർ ഉപയോഗിച്ചിരുന്നു. ഫോട്ടോഗ്രാഫിക് ടോണിൻ്റെ അതേ ടോണുകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണുകൾ ഈ മീഡിയം ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റംപിംഗ് ടൂളുകളാണ് പേപ്പർ സ്റ്റമ്പുകളാണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. H2SO4 ഫേസ് ടു ഫേസ് എന്ന എൻ്റെ ഏകാംഗ ചിത്ര പ്രദർശനത്തിലെ പോർട്രേറ്റുകളെല്ലാം ചെയ്തിട്ടുള്ളത് ചാർക്കോൾ പൗഡറിലാണ്. ഞാനിവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ് ചാർക്കോൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്ന ഒരു സ്റ്റിൽ ലൈഫാണ്.
ഈ വീഡിയോ നിങ്ങളുടെ കലാജീവിതത്തിൽ ഉപകാരപ്പെടുമെങ്കിൽ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആർട്ടോലോഗ് വീഡിയോസ്.